ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖന്നല്ലേ? മിന്നാന്ന് കോക്ടെയിൽ ഉണ്ടാക്കിയതാണ്. അതിന് ശേഷം വീണ്ടും ഒരു മോഹം കോക്ടെയിൽ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ അനാറും അതുപോലെ തന്നെ നമ്മുടെ ബദാമും ചോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ നല്ല ഫ്രഷ് പപ്പായയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ജ്യൂസിലിട്ടിട്ട് നമ്മുടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ നല്ലൊരു തിക്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഷുഗറും കൂട്ടിയിടണം, മറക്കല്ല. അങ്ങനത്തെ ഇത് നല്ലൊരു ഇതായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ബദാം ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ അനാറും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സായ നമ്മുടെ മുന്തിരിയും കൂടി നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഗ്ലാസ്സിലോട്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ജ്യൂസിലോട്ട് ഒരു ഐസ് ക്യൂബും ഇട്ട് അതിനെ നമ്മൾ ആ ഒരു ഗ്ലാസ്സിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് മക്കളെ. സാധനമില്ല, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ നമുക്കിപ്പോൾ ഇല്ല നോമ്പെല്ലായിട്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഭയങ്കര തണുത്തിട്ടുള്ള സാധനം കുടിക്കാനാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അതിനെ കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു കൂടുതൽ ടേസ്റ്റിക്കും അതുപോലെ തന്നെ നല്ലൊരു ഭംഗിക്കും വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ ബദാമും അനാറും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് അതും കൂടി ചേർത്തെടുക്കുന്നല്ല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കോക്ടെയിൽ റെഡി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.